ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നാളെ 555 പോർട്ടൽ ഓപ്പൺ ആകുകയാണ്. നാളത്തെ ദിവസം മെയ് 5-ാം തീയതിയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. നാളെ രാവിലെ 5 മണി മുതൽ 5:59 വരെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി ആഗ്രഹങ്ങൾ നേടാം, അല്ലെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടാവുന്നതാണ്. രാവിലെയുമുണ്ട്, വൈകിട്ടും 5 മണിയുണ്ട്. ആ 2 സമയത്തും നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. രാവിലെ ഒരു 5 മണി മുതൽ നമുക്ക് 5 മണി തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. 5 അല്ലെങ്കിൽ നമുക്ക് സൗകര്യം കിട്ടുന്ന പോലെ 5 മുതൽ 5:59 വരെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലാത്തവർക്ക് എഴുതി നമുക്ക് ആഗ്രഹങ്ങൾ നേടാവുന്നതാണ്. എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് തന്നെ അതിനൊരു വൈറ്റ് പേപ്പർ എടുക്കുക. ലൈനൊന്നും ഇല്ലാത്ത വൈറ്റ് പേപ്പർ എടുക്കണം. ഇങ്കായിട്ട് എടുക്കേണ്ടത് കറുപ്പൊഴികെ ബാക്കി എല്ലാ മഷിയും നമുക്ക് എഴുതാൻ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീന്, റെഡ്, ബ്ലൂ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാനും എഴുതുവാനും ശ്രമിക്കണം. പിന്നെ നമ്മളുടെ സ്ഥിതിയും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. ആ നടക്കാവുന്ന കാര്യങ്ങളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യാവുള്ളൂ. അല്ലാതെ നമുക്കിപ്പം ഉദാഹരണമായിട്ട് പഠിക്കാത്ത ഒരാൾ പരീക്ഷയിൽ ജയിക്കണമെന്നൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും എഴുതുന്നതൊക്കെ ന്യായമല്ലല്ലോ. അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്ത് നേടുവാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് പോസിറ്റീവായിട്ട് നടന്നതായിട്ട് വേണം എഴുതാൻ. എനിക്ക് നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു, പ്രപഞ്ചത്തിന് നന്ദി, അല്ല താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുക. ഒരു വരിയിലൊക്കെ വരുന്ന പോലെ എഴുതുവാനും വളരെ കുറഞ്ഞ സെൻറ്റൻസിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒറ്റ വരി വരുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് പെട്ടെന്നൊന്ന് പറയുവാനും എഴുതുവാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ. ഉദാഹരണമായിട്ട് ടീച്ചിങ് ജോലി ലഭിച്ചതിൽ നന്ദി പറയുന്നു, അല്ലെങ്കിൽ ലോട്ടറി ഡിസൈന്, താങ്ക് യു യൂണിവേഴ്സ്, അങ്ങനെയൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, എഴുതുകയും ചെയ്യാം. ഞാനൊരു നാളെ 5 പോർട്ടലാണ് ഓപ്പൺ ആകുന്നതുകൊണ്ട് നാളെ ഞാൻ 5 തവണയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മനസ്സിൽ ആലോചിക്കാം. നമുക്കിത് കിട്ടിയതായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. സന്തോഷത്തോടു കൂടി നമുക്കത് കിട്ടിയതായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ആഗ്രഹങ്ങൾ എഴുതി സാധിക്കുന്നവർ ഒരു ബുക്ക് തന്നെ അതിനു വേണ്ടി കരുതാറുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരു ബുക്കാണ് കരുതിയിരിക്കുന്നത്. ഞാനെപ്പോഴും യൂസ് ചെയ്യാറുള്ളത് പച്ചമഷിയാണ്. പച്ചമഷിയും ബ്ലൂ മഷിയും ഉണ്ട്. പച്ചമഷിയാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കിട്ടിയതായിട്ടും എഴുതാൻ, നമുക്ക് നടന്ന് കിട്ടിയതായിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ സന്തോഷത്തോടെ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ആ സന്തോഷത്തോടു കൂടി വേണം നമ്മളിത് ചെയ്യുവാനും. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എഴുതുന്ന ബുക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുക്കാണ്. ഞാനിങ്ങനെയാണ് എഴുതുന്നത്. ഇതിൽ നിന്ന് എനിക്ക് നല്ല പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനതുകൊണ്ട് കൂടുതലായിട്ടും എഴുതിയാണ് ആഗ്രഹങ്ങൾ സാധിക്കാറ്. ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയാണ് ഞാൻ പച്ചമഷിയാണ് ഉപയോഗിക്കാറുള്ളത് കൂടുതലായിട്ടും. ബ്ലൂ ഉപയോഗിക്കാറുണ്ട്, എന്നാലും കൂടുതലായിട്ടും ഞാൻ പച്ചയാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാവരും തന്നെ ഈ ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കേണ്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് രാവിലെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ രാവിലെയോ വൈകിട്ടോ ആണ് മാനിഫെസ്റ്റ് ചെയ്യുമെങ്കിൽ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കുട്ടികളുടെ ബഹളമില്ലാത്തതോ അന്തരീക്ഷം ഒരു ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളങ്ങളുടെ ഇടയിലാണ് നമ്മൾ പോയി മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ കൊണ്ടുവരാൻ സന്തോഷത്തോടു കൂടി അത് ചിന്തിക്കുവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ
ചിലർക്ക് ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടും, എന്നാൽ ചിലർക്ക് ഒരുപാട് സമയമെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എഴുതുന്നതോ മാനിഫെസ്റ്റ് ചെയ്യുന്നതോ നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സമയം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചിലർക്ക് പെട്ടെന്നാണ് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നത്, എന്നാൽ മറ്റു ചിലർക്ക് കൂടുതൽ താമസം നേരിടാറുണ്ട്. താമസം നേരിടുന്ന ആൾക്കാർ എഴുതുന്നത് നിർത്തരുത്. ഇത് നമുക്ക് ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ്. നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് പതിയെ പതിയെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ച് കിട്ടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാത്തവർ അത് ഉപേക്ഷിക്കരുത്. എഴുതുന്നതോ മാനിഫെസ്റ്റ് ചെയ്യുന്നതോ തുടരുക. അതായത് ഇപ്പോൾ ഞാനാണെങ്കിൽ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ട്, എഴുതി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തും ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. പതിയെ പതിയെ നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞതെല്ലാം സാധിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ, മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെ കുളിച്ച് വൃത്തിയായിട്ടിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. കുളിച്ചില്ലെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, എഴുതാം. പീരിയഡ്സ് ആണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നോൺ വെജ് കഴിച്ചെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന പോലത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ ഇല്ല. അതാത് പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ അതാ സമയത്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ 5 മണി, വൈകിട്ട് 5 മണി, ആ 2 സമയം മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ബാക്കി യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇതിന് ഇല്ല. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എഴുതാൻ അറിയാവുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും മുതിർന്ന ആർക്ക് വേണമെങ്കിലും നമുക്കിത് എഴുതി മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാവരും ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ഇങ്ങനെയുള്ള ടെക്നിക്സ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാവുന്നതാണ്, ഒരുപാട് ആളുകൾ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നത്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, അവർക്ക് ഇങ്ങനെ രോഗം പോയതായിട്ട് പറയുന്നത് കേൾക്കാം. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ രോഗമില്ലാത്തതായിട്ട് മനസ്സിൽ ചിന്തിച്ചാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്സ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം, ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാം. ഇല്ല എന്ന് ആലോചിക്കുന്നതിന് പകരം അതെനിക്കുണ്ട്, അതിൽ കിട്ടിയതിൽ നന്ദി പറഞ്ഞ് ജീവിക്കുക. ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കമൻ്റ് ഇട്ടാൽ മതി. ഇനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.